അതിവേഗ റെയിൽ പദ്ധതിയിൽ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചില്ലെന്ന് സംസ്ഥാന സർക്കാർ. മാധ്യമങ്ങളിലൂടെയാണ് പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞത് എന്ന് സംസ്ഥാനത്ത് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹിമാൻ പ്രതികരിച്ചു. ശ്രീധരൻ കോടതിയിൽ പോയി പാലം മുടക്കി എന്ന വിമർശനവും മന്ത്രി ഉയർത്തി. അതേസമയം പദ്ധതി അനുകൂലിച്ച് പ്രതിപക്ഷ നേതാവ് വി സതീശൻ രംഗത്തെത്തി. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടതെന്നായിരുന്നു ശ്രീധരന്റെ പ്രതികരണം. എന്നാൽ പദ്ധതി സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെ മാത്രമാണ് അറിഞ്ഞതെന്ന് സംസ്ഥാനത്തെ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹിമാൻ. റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി എന്നുള്ളതിൽ എൻ്റെ വകുപ്പിൽ അത്തരത്തിലൊരു ഫയൽ വന്നതായിട്ട് ഇന്നലെ ഞാൻ പരിശോധിച്ചു, കണ്ടിട്ടില്ല. ഇപ്പോൾ ഡൽഹി മെട്രോയാണ് ആ വർക്ക് ഏൽപ്പിച്ച് DPR ഉണ്ടാക്കാനെന്നുള്ളതാണ് നിങ്ങളുടെ വാർത്തകളിൽ നിന്ന് മനസ്സിലായത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം വരുന്നതിനെ എതിർത്ത ആളാണ് ശ്രീധരനെന്നും മന്ത്രിയുടെ വിമർശനം. ബഹുമാനപ്പെട്ട ശ്രീധരൻ സാർ തവന്നൂരിൽ ഒരു പുതിയ പാലം നിർമ്മിക്കാൻ എല്ലാ സംവിധാനങ്ങളും നടന്നത്, അതിനെതിരെ കോടതിയിൽ പോയ ആൾ കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒന്ന് വിട്ടുനിന്ന് നാട്ടിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ്. അതിവേഗ റെയിൽ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വന്നിട്ടില്ലെന്നാണ് മന്ത്രി കെ രാജന്റെ പ്രതികരണം. അതിവേഗ റെയിൽ പദ്ധതിയെ അനുകൂലിച്ച് പ്രതിപക്ഷ നേതാവ് വി സതീശൻ രംഗത്തെത്തി. നമുക്ക് സ്പീഡ് റെയിൽ വേണം, സ്പീഡിൽ സഞ്ചരിക്കണം. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിൽ ഉണ്ടാകണം, അതിനൊന്നും നമ്മളെതിരല്ല. സിൽവർ ലൈൻ ഇതൊന്നും പഠിക്കാതെ ചെയ്ത തട്ടിക്കൂട്ട് പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ എതിർത്തത്. സംസ്ഥാനത്തെ 3 വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ച് തിരുവനന്തപുരം കണ്ണൂർ അർദ്ധ അതിവേഗ റെയിൽപാതയാണ് കേന്ദ്രത്തിന്റെ പരിഗണനയിൽ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.